അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അസ്ഹാബിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. BSM ടോക്സിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പരിശുദ്ധമാക്കപ്പെട്ട ബറാഅത്ത് രാവ് അത് കാരുണ്യത്തിൻ്റെ രാവാണ്. ആദരവായ പ്രവാചകൻ ലോകീകുരി മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനവ സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഷഅബാൻ 15-ൻ്റെ രാവ് അഥവാ ബറാഅത്ത് രാവ്, അന്നത്തെ 15-ൻ്റെ രാത്രിയിൽ 15-ൻ്റെ രാത്രിയിൽ നിങ്ങൾ രാത്രിയെ ഹയാത്താക്കുകയും പകൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസങ്ങളും എല്ലാ രാവുകളും ഒരുപോലെയല്ല. പ്രത്യേകമാക്കപ്പെട്ട രാവുകൾക്ക് ശ്രേഷ്ഠതയുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ബറാഅത്ത് രാവ് അത് കാരുണ്യത്തിൻ്റെ രാവാണ്. ഒരുപാട് ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നരകമോചനത്തിൽ നിന്നും നരകമോചനം ലഭിക്കുകയും സ്വർഗപ്രവേശനം ലഭിക്കുകയും ചെയ്യുന്ന രാവാണ്. ഈ രാവിൽ ധാരാളമായി നമ്മൾ അമലുകൾ കൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാവുകയും അതിൻ്റെ പകലിൽ 15-ൻ്റെ പകലിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യണം. ആ 15-ൻ്റെ രാവിൽ നമ്മൾ ചെയ്യേണ്ട ഒരു സുപ്രധാനമാക്കപ്പെട്ട കാര്യമാണ് മഗ്‌രിബിന് ശേഷം 3 യാസീൻ ഓതണം. മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ഒന്നാമത്തെ യാസീൻ ദീർഘായുസ്സിന് വേണ്ടിയും, രണ്ടാമത്തെ യാസീൻ റിസ്ക്കിൻ്റെ വിശാലതയ്ക്ക് വേണ്ടിയും, മൂന്നാമത്തെ യാസീൻ നമ്മുടെ ആഖിബത്ത് നന്നാകുന്നതിന് വേണ്ടിയുമാണ്. തീർച്ചയായിട്ടും ഈ യാസീൻ നിങ്ങൾ ഓതുകയും അതുപോലെ തന്നെ നല്ല വിശിഷ്ടമായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഭക്ഷണങ്ങൾ വെച്ച് കഴിക്കുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്യണമെന്ന് ഈ ബറാഅത്ത് രാവിൽ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഈ ബറാഅത്ത് രാവ് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.